നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ചില ഗ്രഹങ്ങൾ ഒരുമിക്കുമ്പോൾ അങ്ങനെ ചതുർഗ്രഹി യോഗം, ത്രിഗ്രഹി യോഗം തുടങ്ങിയ യോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ യോഗങ്ങൾ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഭൂമിയിലും ജനങ്ങളിലും വളരെയധികം മാറ്റം അനുഭവിക്കാൻ കഴിയും. ആ അനുഭവം പലർക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് സ്വയം അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ജ്യോതിഷ കണക്കനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ഇടവേളകളിൽ മറ്റു ഗ്രഹങ്ങളുമായി സംയോജിച്ച് ചതുർഗ്രഹി യോഗവും ത്രിഗ്രഹി യോഗവും ഉണ്ടാക്കും. അങ്ങനെ യോഗങ്ങൾ ഉണ്ടാവുമ്പോൾ പലതരത്തിലുള്ള നല്ല അനുഭവങ്ങളും ചില രാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് മനുഷ്യ ജീവിതത്തിലും ഭൂമിയിലും ഇതിന്റെ സ്വാധീനം കാണാൻ കഴിയും. ജൂൺ 26-ന് ചതുർഗ്രഹി യോഗം രൂപപ്പെടാൻ പോകുന്നു. വ്യാഴം, ബുധൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിവരുടെ സംയോഗത്താൽ ഈ യോഗം രൂപപ്പെടും. ഇത് കാരണം ചില രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം, ലോട്ടറി ഭാഗ്യം, അങ്ങനെ പല ഭാഗ്യങ്ങളും, സ്വത്ത്, ഭൂമി, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാൻ സാധ്യതയുള്ള ഒരു യോഗമാണ് ജൂൺ 26-ന് രൂപപ്പെടാൻ പോകുന്നത്. ഇതുമൂലം പല 12 രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് 3 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ യോഗത്തിന്റെ അനുഭവം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും. ഈ സ്വാധീനം വളരെയധികം ഇവരെ ചെലുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർക്ക് മുന്നേറാൻ സാധിക്കുന്ന പല അവസരങ്ങളും തുറന്നു കിട്ടും. ഇത് സാമ്പത്തികത്തിനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. പുതിയ ഒരു വാതിൽ തുറക്കുന്നത് പോലെയാണ് ഈ യോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 രാശിക്കാര് ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ സാധ്യതയുള്ള യോഗമാണ്. ഇവർക്ക് ഇവരുടെ ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റവും കുട്ടികളെ പറ്റിയുള്ള നല്ല വാർത്തകളും കേൾക്കാൻ അവസരം ഉണ്ടാവുന്നതാണ്. ആ ഭാഗ്യരാശിക്കാർ, അതിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ യോഗം രൂപപ്പെടാൻ പോകുന്നതും തുലാം രാശിയിലായിരിക്കും. തുലാം രാശിക്കാർക്കാണ് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത്. തുലാം രാശിയുടെ 9-ാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ യോഗത്തിന്റെ അനുഭവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിനാൽ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ഈ സമയം ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭാഗ്യങ്ങളും ലഭിച്ചേക്കാം. മാത്രമല്ല നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ലഭിച്ചേക്കാം. നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിലേക്കുള്ള നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്യാനുള്ള പല അവസരങ്ങളും ഉണ്ടാവും. ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് അവസരമാവും. വിദ്യാർത്ഥികൾക്ക്, അതായത് മത്സരബുദ്ധിയുള്ള വിദ്യാർത്ഥികൾക്ക് ചില പരീക്ഷകളിൽ വൻ വിജയം നേടാൻ സാധിക്കും. അടുത്തതായിട്ട് മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ഈ യോഗത്തിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. കാരണം ഈ യോഗം ഇവരുടെ രാശിയുടെ 4-ാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ വൻ വിജയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ യോഗം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വാഹനമോ സ്വത്തോ വീടോ ഇതൊക്കെ വാങ്ങിക്കാനുള്ള പല അവസരങ്ങളും ഇവരെ തേടിയെത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ സമയത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക്, അതായത് മെഡിക്കലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, സ്വത്ത് സംബന്ധമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, അതായത് ഇതൊക്കെ അവർക്ക് ഗുണകരമായ ഒരു വഴിയായിരിക്കും ഈ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ. അതായത് അതായത് നമ്മൾ ഭക്ഷണത്തിന്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു സമയമാണ്. ഈ സമയത്ത് ഇവരുടെ ബിസിനസ് ഒക്കെ വൻ വിജയത്തിൽ എത്താൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ചേർന്ന് നല്ല രീതിയിൽ ഈ ബിസിനസ് അവരുടെ സഹായം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ വിജയം നേടാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി വരുത്താൻ കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും.
ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാൻ സാധ്യത കൂടുതലാണ്. അതായത് മീനം രാശിയിൽ വരുന്ന പൂരോട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് അവരുടെ രാശിയുടെ 4-ാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത്. അടുത്തതായിട്ട് മിഥുനം രാശിയിലാണ് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത്. അതായത് മകീരം വര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത്. കാരണം 26-ന് ശേഷം 26 മുതൽ ഈ യോഗം വരാൻ പോകുന്നത്. അതായത് ഇവരുടെ രാശിയുടെ 1-ാം ഭാവത്തിൽ, അതായത് ഇവരുടെ സംക്രമ ജാതകത്തിന്റെ 1-ാം ഭാവത്തിൽ ഈ യോഗം രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിന് പല നല്ല ദിവസങ്ങൾ വരാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച്, ഈ രാശിക്കാരെ സംബന്ധിച്ച്. കാരണം 1-ാം ഭാവത്തിൽ രൂപം കൊള്ളുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. സമൂഹത്തിൽ ഇവര് പ്രശസ്തനാകും, കൂടുതൽ പ്രശസ്തിയിലേക്ക് വരും. ചെറിയ രീതിയിൽ പ്രശസ്തിയുള്ള ആൾക്കാർ കൂടുതൽ പ്രശസ്തരാവാൻ സാധ്യത. സിനിമ കലാരംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പേരും പ്രശസ്തിയും കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ സമയത്ത് ഇതില് അനുഭവപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ വർദ്ധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വൻ വിജയം നേടിത്തരും എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാവും. വിവാഹിതരുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിശയകരമായ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതായിരിക്കും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാനും അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിക്കുന്നവർക്ക് അതിന് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ യോഗം രൂപപ്പെടുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുവായ എല്ലാ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് എന്ത് തന്നെ ആയാലും പൊതുവായ വിശ്വാസങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.